നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇന്ന് 4-ാം ദിവസം നമ്മൾ ചെറിയ ഉള്ളി കൊണ്ട് ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ചെറിയ ഉള്ളി നമ്മൾ വരട്ടി കൊല്ലമുളകൊക്കെ ചേർത്ത് വരട്ടി നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തത് സമ്മാനവും സ്പോൺസർ ചെയ്ത് ഗോപകുമാർ CS നെയ്യാറ്റിൻകരയാണ്. ഇന്നത്തെ സമ്മാനം ശംഖാണ്. നമുക്ക് ഈ വിഭവത്തിലേക്ക് ഇനിയും കിടക്കാം. നമ്മുടെ ഈ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉണ്ട പുളി, ചെറിയ ഉണ്ട പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊല്ലമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ്. നമുക്കിതിനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കൊല്ലമുളക് എടുത്തിടാം. നമ്മൾ അതിലേക്ക് കൊല്ലമുളക് ഇടാണ്. നമുക്ക് നന്നായിട്ട് കൊല്ലമുളക് ബ്രൗൺ കളറായി ഇരിക്കണം നമുക്ക്. എന്നിട്ട് നമുക്കത് കോരിയെടുക്കാം. എന്തായാലും മൊത്തം കൊല്ലമുളക് നമ്മൾ ഇടണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടത് നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. കൊല്ലമുളക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിടാം. എന്നിട്ട് നമുക്ക് അതിൽ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കരിവേപ്പില, അതുപോലെ പുളി, ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഉള്ളി അതിലേക്ക് ഇടാം നമുക്ക്. എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ചായിട്ട് ഉള്ളി ഇടാം. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം നമുക്ക്. ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആവണം നമുക്ക്. നമ്മൾ ഇനി പുളി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. എന്തായാലും നമുക്ക് വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ ലേശം കൂടെ ഒഴിക്കാം. എന്തായാലും കുറച്ചുകൂടെ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നുണ്ട്. കാരണം വെളിച്ചെണ്ണ പോരാ നമുക്ക്. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. എന്തായാലും അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വറുത്ത് വെച്ച കൊല്ലമുളക് എടുത്തിടാനിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. അധികം പൊടിയേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാൽ മതി. മിക്സിയിൽ മുളക് നമ്മൾ വറുത്ത് വെച്ച മുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും നല്ലൊരു മിക്സിയാണ്. നമ്മൾ ഈയിടെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചാണ്. ബട്ടർഫ്ലൈയുടെ മിക്സിയാണ്. ഇതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഇടാം. നിങ്ങളെല്ലാവരും ഈ ലിങ്കിൽ കയറിയിട്ട് മേടിക്കുക. ഈ നമ്മുടെ മിക്സി മേടിക്കുക. നല്ല മിക്സിയാണ്. പെട്ടെന്ന് അരിഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ലിങ്കിൽ കയറി എല്ലാവരും ഇതൊന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഇത് വാങ്ങിക്കുകയെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഓണക്കാലത്തൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അരച്ച് കിട്ടും. എന്തായാലും നല്ല ബ്ലേഡ് ഒക്കെ മുറിച്ചുള്ള ബ്ലേഡും ഒക്കെയാണ്. നല്ലൊരു കമ്പനിയാണ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ കമ്പനി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മേടിക്കുക. നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഉള്ളിച്ചമ്മന്തിയാണ്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. നമുക്ക് കുറച്ച് മതി. നമുക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെയുള്ള ഉള്ളിച്ചമ്മന്തിയൊക്കെ നമ്മുടെ ഈ ഓണക്കാലത്ത് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മളധികം ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ നമ്മൾ. എന്തായാലും നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയാണ്. ഈ ഓണക്കാലത്തൊക്കെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. എന്തായാലും പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ കഞ്ഞിയുടെ കൂടെ അതുപോലെ നമ്മുടെ ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങളെല്ലാവരും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം. ഏവർക്കും ഓണാശംസകളോടെ